ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഗോതമ്പ് പൊടി വെച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കറുത്ത എള്ളും അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സാക്കിയെടുക്കാം. മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിയിലേക്കൊക്കെ കുഴച്ചെടുക്കുന്ന മാവിൻ്റെ ആ ഒരു രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. മാവ് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും കൂടി കുഴച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ 3 ബൗൾസാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കാം. മാവ് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കണം. റൗണ്ട് ഷേപ്പിലാക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു സ്റ്റിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കണം. ഹോൾസ് ഇതുപോലെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ കൂടുതലായിട്ട് പൊള്ളച്ച് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ പരത്തി റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം ഞാനിവിടെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡായി വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുത്തും ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ സ്നാക്സ് 2 സൈഡും ആയി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സാണിത്. എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.